നമുക്ക് ബാഗ് ആദ്യം കെട്ടാം. കിടന്നോളൂല്ലേ. വണ്ടി ഒരു 2 മിനിറ്റ് ഓണാക്കിടാം, എന്നിട്ട് ഇറങ്ങാം. എങ്ങനെ ഇരിക്കണം? അങ്ങനെ നമ്മൾ ഇറങ്ങി. രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടി. ഞാൻ ഒരു 2 മിനിറ്റ് ലൈറ്റ് ഓണാക്കി കിടന്നിട്ടാണോ എന്തോ അതിൻ്റെ ബാറ്ററി ഡൗൺ ആയിപ്പോയി. പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സെൽഫ് എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ പമ്പ് വർക്ക് ചെയ്യുന്നതുകൊണ്ടൊരു ആശ്വാസം. അതുകൊണ്ട് സെക്കൻഡ് ഗിയറിലിട്ടിട്ട് നമ്മൾ ഒരു ചെറിയ തള്ളി സ്റ്റാർട്ടാക്കി. ഇനി പേടിക്കണ്ട. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:40. ഒരു 1000 രൂപ അടിക്കണം. ഫുള്ളായോ? 1500 ഫുള്ളായോ? മതി. അടിക്കാൻ പറ്റുമോ? ഫുള്ള് കവിഞ്ഞു വരുമോ? ഇത്ര അടിക്കണ്ടായിരുന്നു. ഓൾറെഡി ടാങ്കിൽ കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അയ്യോ, എന്നാ കുഴപ്പമില്ല. ഇത് കാലടി എത്തുമ്പോഴേക്കും പകുതിയേക്കുള്ളൂ. ഓണായി. പിന്നെ നമ്മൾ ഒരു കൂട്ടുകാരനും കൂടെ വരുന്നുണ്ട്, ഫ്രണ്ടും കൂടി. അവൻ മൂവാറ്റുപുഴയിൽ വെയിറ്റ് ചെയ്യും. അവനും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോവാൻ. അവൻ്റെയും ഹിമാലയൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല. ക്ലൈമറ്റ് ഇതിനകത്ത് അത്രയും കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ആകാശമൊക്കെ നല്ല നീല കളറ്. എവിടെ പോയാലൊരു 3-4 ബൈക്കെങ്കിലും ഉണ്ടാവും ഫ്രണ്ട്സ്, ഒരു 8 പേർക്കടുത്ത്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ 2 പേര് മാത്രമായി. എല്ലാവരും കൂടെ പോകുമ്പോഴൊരു വൈബ് ഭയങ്കര കേട്ടോ. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് ഒരു പമ്പിൽ കയറണം. നല്ല വിശപ്പുണ്ട്. 2 ഗ്ലാസ് വെള്ളം കുടിച്ച് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഒരു ചായയോ കട്ടനോ എന്തെങ്കിലും അടിക്കണം. അത് കഴിഞ്ഞ് നല്ല എന്തെങ്കിലും ഹെവിയായിട്ട് ഫുഡ് കഴിയും. നല്ല വിശപ്പുണ്ട്. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട് എത്തിയിട്ടില്ല, ആ പമ്പിൻ്റെ ഓപ്പോസിറ്റ്. അവൻ അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നോക്കാം. വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എവിടെ നിൽക്കണമെന്നുള്ളത്. പക്ഷേ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഉള്ളവൻ ഇവിടെ തന്നെ കാണും. എവിടെ കണ്ട പറഞ്ഞില്ലേ, എത്രയുള്ളൂ. പോവാം. ഇതാണ് കിട്ടിച്ചാണ് റെയിൻകോട്ടോ. ഓക്കെ, ഇഡലി ഇവിടുന്നോ കഴിയാം. വണ്ടികളൊക്കെ ആയി അത്യാവശ്യം. സമയം 7 മണിയാവാൻ 10 മിനിറ്റ്.
മല. നമുക്ക് പകുതി വെയിലടിക്കുന്നു, പകുതി ഇരുട്ട്. അയ്യോ, തണുപ്പുമായി തുടങ്ങി. 7:55, 8 മണിയായേ, പക്ഷേ തണുപ്പ് തുടങ്ങി. ആവുന്നില്ലെങ്കിൽ ഓഫ് ചെയ്തോ. പിന്നെ കല്ലെല്ലാം വരുമോ? ഓ എൻ്റെ മോനെ, കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി. മഞ്ഞ് എനിക്ക് ഫ്രണ്ടിലോട്ടൊന്നും കാണാൻ വയ്യ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് റോഡേ കാണാൻ പറ്റുന്നുള്ളൂ. അയ്യോ, നല്ല റോഡേ. അങ്ങനെ അവിടെ പോയി. അയ്യോ, ഒരു രക്ഷയില്ല. ഇത് കിടിലൻ ഏരിയ. ആ ഫോൺ തന്നെ. ട്രിപ്പ് അവന്മാരുടെ പാക്കാം. വിട്ടാലോ? വാ, അതാ പറഞ്ഞേ. മരാട്ടുമേളിനായിരിക്കും അവന്മാരും പോണം. നമുക്ക് മലയിലെത്തി കഴിയുമ്പം നല്ല കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റും. അത് അവന്മാരുടെ കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ വണ്ടികളുണ്ടെങ്കിൽ അത്രയും നല്ലത്. നല്ല വ്യൂ ആയിരിക്കും. കയറി നോക്കാം. നീ ഫ്രണ്ടിൽ പോക്കോ, വിട്ടോ. ഈ ഡസ്റ്റർ വിഷയമല്ലേ? ഡസ്റ്റർ ഇവിടെ കിടക്കുന്ന. അയ്യോ, കാല് പൊക്കി വെച്ച് പോവാം. ഫുൾ ചെളിയാ. പോട്ടെ പോട്ടെ. നീ കിട്ടോ. എനിക്കറിയായിരുന്നു ഇവിടെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടിന് കിട്ടുമെന്ന്. അവന്മാർ എവിടെയുള്ളവരാണെന്നൊന്നും അറിയില്ല. പക്ഷെ അവന്മാരുടെ കൂടെ നമ്മൾ ഒരു മല കയറി. കിടന്ന ഏരിയ. ഫസ്റ്റിൽ തന്നെ അങ്ങ് പോവാം.
അവന്മാർ ഇവിടം വരെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രം വന്നിരുന്നെങ്കിൽ മിക്കവാറും ഇവിടെ കയറാതെ ഞങ്ങൾ പോയാണ്. ഇത് ഇവരും കൂടെ വന്നപ്പോൾ സീനായി. മോനെ കിടിലം വ്യൂ. ഗ്യാപ്പിട്ട് വേണം ശരിക്കും പോവാൻ. നല്ല വെള്ളം ഉണ്ടോ അത്. ചെളിയിൽ നമ്മൾ കാല് പൊക്കി പിടിച്ചില്ലെങ്കിൽ ഷൂ മൊത്തം തന്നെ. രക്ഷില്ല ഇത്. പോട്ടെ പോട്ടെ, എടുത്തോ എടുത്തോ. അതാണ് നമ്മുടെ കൂടെ വന്ന ആള്. അവൻ ബാക്കിൽ പോയി. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കരുത്, ഉള്ളി ബാക്ക്, പിന്നെ ഗിയർ, നോ പ്രോബ്ലം. ആ വണ്ടി തിന്നുന്നുണ്ട്. നമ്മൾ തിന്നില്ലടാ. അയ്യോ സക്സസ്. ഇതൊരു ഇടദിവസം ആയതുകൊണ്ട്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വന്നത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അധികം തിരക്കില്ല. ഞങ്ങളീ കാണുന്ന അവന്മാർ 5 പേരും ഞങ്ങൾ 2 പേരും. അവന്മാർ 5 പേര് തന്നെയല്ലേ, 1 2 3 4 5 5 ഞങ്ങൾ 2. നല്ല രസം, ഒരു രക്ഷില്ലാത്ത എക്സ്പീരിയൻസ്. ഫസ്റ്റ് വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ യൂട്യൂബിലെ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ അത് കുറച്ചും കൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഡ്രോണിൽ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. വെള്ളം ഒരു കുളമാണ് ഇത്. എൻ്റെ അമ്മ അടിപൊളി. ഇതിലെ ഏരിയ അപ്പോൾ ഇനി കുറച്ചും കൂടെ അങ്ങ് പോയി നല്ല വിഷ്വൽ വരുമ്പോൾ ഞാൻ ഓണാക്കാം. ഓക്കെ ചേട്ടാ. ഇതും എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. മെയിൻ സ്ഥലത്തേക്ക് എത്തുന്നേ ഉള്ളൂ. കാലൂട്ടി പോകും. ഓ വിഷ്വൽ എക്സ്പീരിയൻസ്. ഇതേ ട്രിപ്പ് നമ്മുടെ പയ്യന്മാരൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം വരണം.
ഇത് ഞാൻ യൂട്യൂബിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഈ ആൽത്തറയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് ഇതുപോലെ തന്നെ പറയും എല്ലാവരും. എൻ്റെ പൊന്നു, നമ്മൾ വണ്ടി വാഗമണ്ണൊക്കെ വരുമെങ്കിലും ഈ മെയിൻ റോഡിൽ കൂടെ അങ്ങ് പോയി തിരിച്ച് വീട്ടിൽ പോകും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറേ നാട് മുമ്പേ വരേണ്ടതായിരുന്നു. ഇതൊക്കെയാണ് എക്സ്പീരിയൻസ്. അയ്യോ എന്താ ഭംഗി. ഈ ഫ്രണ്ടിൽ പോണതാണ് എൻ്റെ വണ്ടി, ആ കാണുന്നത്. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ ആണ്. നിന്നങ്ങ് പോയേക്കാം. ഫ്രണ്ട് ബ്രേക്ക് എന്ത് ചെയ്താൽ പിടിക്കരുത്. എന്താ ഓഫായിട്ടാണ് അവൻ പോണം. ക്ലച്ച് കൊടുക്കരുത്. എണീറ്റ് നിന്നാൽ ബാലൻസ് കിട്ടും. എണീറ്റ് നിന്നില്ലെങ്കിൽ പണിയാണ് നമ്മുടെ കാര്യം. പോട്ടെ പോട്ടെ പോട്ടെ. അയ്യോ, എഞ്ചിനൊന്ന് തണുക്കട്ടെ. ഓക്കെ, കാറും തണുപ്പ്, ഒരാവശ്യം ഉണ്ടായില്ല. ഓ, ABS പിടിക്കുന്നുണ്ട്. പോട്ടെ പോട്ടെ. ഫസ്റ്റ് ഗിയർ വിത്തൗട്ട് ഫ്രണ്ട് ബ്രേക്ക്. ഓ, തിന്നുന്നുണ്ട് കേട്ടോ. ABSും പിടിക്കുന്നുണ്ട്, അടിപൊളി. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാതെ വേറെ വഴിയില്ല. കുറച്ച് സ്ഥലത്തൊക്കെ പിടിക്കാം. നല്ല സ്റ്റീപ്പാണ്. അയ്യോ, ഇതിലെ മനോഹാരിത. പശു എത്തി മോനെ. വരാട്ടുമേട്, ഈസീസിലെ വരാട്ടുമേട്. ഇനി നമ്മുടെ വണ്ടി കയറാം. ഇനി കുറച്ച് നേരം ഇതും വെച്ച് നമുക്ക് പോവാം.
പ്രത്യേകതരം ഫീലായിരുന്നു അവിടെ പോയിട്ട്. പക്ഷേ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഗോപ്രോയിൽ മൈക്കിന് എന്തോ ഒരു ഗ്ലിച്ച് വന്നിട്ട് സൗണ്ടൊന്നും റെക്കോർഡായില്ല. വീഡിയോ എല്ലാം കറക്റ്റായിട്ട് കിട്ടി, പക്ഷേ സൗണ്ടൊന്നും റെക്കോർഡായില്ല. അങ്ങനെ ഞങ്ങളവിടെ തിരിച്ചു പോകാൻ വേണ്ടി തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് കൂട്ടത്തിലൊരു ബൈക്കിൽ ഒരു RX ഉണ്ടായിരുന്നു. ആ ബൈക്കിൻ്റെ ക്ലച്ച് കേബിൾ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഭയങ്കര പാടായിട്ട് കുത്തനെയുള്ള ഇറക്കമൊക്കെ ഞങ്ങൾ തന്നെ ആ ബൈക്ക് തള്ളി കയറ്റുക മൊത്തം അങ്ങനെ തള്ളി കയറ്റി. കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ഒന്ന് നേരെയാക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി. നടക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെയും കുറച്ച് ഇറക്കം ഉണ്ടായിരുന്ന സമയത്ത് അത് ഇറക്കി അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ ഒരു സ്ഥലത്തിപ്പോൾ പിന്നെ ഒരു കയറ്റണം. അപ്പം ഞാൻ ബൈക്ക് കൊണ്ട് മേളിൽ വെച്ചിട്ട് ഞാൻ തിരിച്ച് താഴെ വന്ന് ആ ബൈക്ക് ഞാനും ആ ചേട്ടനും കൂടെ മേളിൽ കയറ്റി ഒരു കടയുണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബൈക്ക് തള്ളി നേരെ ആ കടയുടെ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ആ കടയിലെ ചേട്ടൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓട്ടോ വരുന്നവർ ആ കടയിൽ ഞങ്ങൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചവിടെ ഇരുന്നു. അങ്ങനെ ഓട്ടോ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ബൈക്ക് ഓട്ടോയിൽ കെട്ടി കയറൊക്കെ വെച്ച് കെട്ടി. എന്നിട്ട് അവരെല്ലാവരും കൂടി ആ ഓട്ടോ ആയിട്ട് വർക്ക്ഷോപ്പിലേക്കും പോയി. ഞാനും കൂട്ടുകാരനും കൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് നല്ല തേയിലത്തോട്ടമൊക്കെ വന്നപ്പം ഡ്രോൺ എടുത്ത് പിന്നെ നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങി. എടുത്തൊന്ന് റെഡിയായി വന്നപ്പോഴേക്കും ഒരു മഴയങ്ങ് പെയ്തു. അവിടെ കണ്ടൊരു ചെറിയൊരു കോട്ടേഴ്സ് പോലത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ കയറി നിന്നു. അങ്ങനെ മഴ ഒന്ന് ഒതുങ്ങിയ സമയത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ബൈക്ക് ഓടിച്ചൊന്ന് പോകാം. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല കുറേ വീഡിയോസുമായിട്ട് പയ്യെ ഓരോന്നായിട്ട് ഇടുന്നവരും.